മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾക്കായുള്ള മറുപടിയും കേരള ജനതയോടുള്ള കരുതലുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രികയിലൂടെ വ്യക്തമാകുന്നത്. 3000 രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിക്കുമെന്നുള്ള വാഗ്ദാനം ചെയ്ത ഇടതുപക്ഷ സർക്കാരിന്റെ കപടതയ്ക്കും വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് ശബരിമല കവർച്ചയ്ക്ക് കൂട്ടുനിന്ന മുഖ്യമന്ത്രിക്കും കൂട്ടർക്കുമുള്ള കനത്ത പ്രഹരം കൂടിയാണ് മാർഗരേഖയിലൂടെ ഭാരതീയ ജനതാ പാർട്ടി നൽകിയിട്ടുള്ളത്. കാലാകാലങ്ങളായി മാറി ഭരിക്കുന്ന ഇടതുവലത് മുന്നണികളുടെ വഞ്ചനയ്ക്കിരയായ കേരള ജനതയ്ക്ക് കരുതലും കൈത്താങ്ങുമാകുന്നതാണ് വികസിത കേരളത്തിനായുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രിക. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തി കേരള ജനതയെ കബളിപ്പിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, മറിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും ഊന്നൽ നൽകുന്ന ഒരുപിടി പദ്ധതികളാണ് NDA ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 10 വർഷം മുമ്പ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ വാക്കുപാലിച്ചില്ല. തൊഴിലില്ലായ്മ രൂക്ഷമായ കേരളത്തിൽ പുതിയ പദ്ധതികൾ നടപ്പാക്കി കൈത്താങ്ങാകുമെന്ന് പറഞ്ഞ വാഗ്ദാനവും വെറും വാക്കായ കാഴ്ചയാണ് ഇക്കഴിഞ്ഞ നാളുകളിൽ കണ്ടത്. വിശ്വാസി സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ശബരിമല കൊള്ളയിലും കുറ്റക്കാർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. അതേസമയം സ്ത്രീ സുരക്ഷയ്ക്കും വികസനത്തിനും പ്രാധാന്യം നൽകുമെന്ന UDF പറയുമ്പോഴും പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാരുടെ പീഡന കേസുകളിൽ മൗനം തുടരുന്ന നേതൃനിരയാണ് കേരളക്കര കണ്ടത്. പീഡന കേസുകളിൽ പ്രതിയായവരെ പോലും ഒപ്പം ചേർത്ത് നിർത്തുന്ന സമീപനമാണ് UDF സ്വീകരിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രചാരണ രംഗത്ത് ആവേശോജ്വലമായി മുന്നേറുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ആത്മവിശ്വാസം പകരുന്ന പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനത ഏപ്രിൽ 9 കേരളത്തിന്റെ ഭാവി തിരുത്തിക്കുറിക്കുന്ന തീരുമാനമെടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനം, തിരുവനന്തപുരം.